ശ്രീ സാർ നമസ്കാരം. വളരെ നിർണായകമായൊരു നിരീക്ഷണം അല്ലെങ്കിൽ ഒരു ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. കാരണം ഇന്നലെ ഈ ലൈംഗിക പീഡന കേസിൽപ്പെട്ട ഒരു പ്രതിക്ക് ജാമ്യം നൽകിക്കൊണ്ടാണ് കോടതി ഒരു കാര്യം പറഞ്ഞത്. അതായത് ലൈംഗിക പീഡനവുമായി വരുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ കേസ് കൊടുക്കുന്ന സ്ത്രീകളെ കണ്ണടച്ച് വിശ്വസിക്കേണ്ടതില്ല. കൃത്യമായ അന്വേഷണം നടത്തി ഇതിൽ ശരിയുണ്ടെങ്കിൽ മാത്രമേ കേസ് രജിസ്റ്റർ ചെയ്യാവൂ എന്നും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വേറൊരു കാര്യം കൂടെ പറഞ്ഞു. ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന കേസ് വിവാഹിതരായ സ്ത്രീകളാണെങ്കിൽ അവർക്ക് വാഗ്ദാനം നൽകി എന്നതുകൊണ്ട് അതൊരിക്കലും ആ തരത്തിൽ കേസെടുക്കാൻ കഴിയില്ല എന്ന് മറ്റൊരു കേസിലും ഹൈക്കോടതി പറയുകയുണ്ടായി. ഇത് സുപ്രധാനമായൊരു നിരീക്ഷണമായിട്ടാണ് കാണുന്നത്. എങ്ങനെയാണ് അങ്ങ് ഇത് വിലയിരുത്തുന്നത്? പാർത്ഥൻ നമസ്കാരം. നമുക്ക് ട്രഡീഷണലായിട്ട് സ്ത്രീകളുടെ പക്ഷത്ത് നിൽക്കുന്ന രീതിയിലേക്കുള്ള നിയമങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് പ്രമൈസസ് എന്ന് പറയുന്നത് തന്നെ സ്ത്രീകൾ അവരുടെ നമ്മൾ പറയില്ലേ, അവരുടെ അഭിമാനത്തിനെക്കുറിച്ച്, അവരുടെ അന്തസ്സിനെക്കുറിച്ച്, ശാരീരികമായിട്ട് ആക്രമിക്കപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നുണ പറയില്ല എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് അങ്ങനെയുള്ള നിയമങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സ്ത്രീ പറയുന്നത് പൂർണ്ണമായും ശരിയാണ് എന്ന രീതിയിലേക്കുള്ള ഒരു ഇംപ്രഷനിൽ അവർ പറയുന്ന കാര്യങ്ങൾക്ക് പ്രാഥമികമായിട്ട് ഉടൻ തന്നെ FIR ഇടുകയും പോലീസ് അതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് പോവുകയും പല കാര്യങ്ങളിലും സ്റ്റേഷൻ ജാമ്യം പോലും അനുവദിക്കാത്ത രീതിയിലേക്ക് കുറച്ചുകൂടി കർശനമാക്കുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്. ചരിത്രപരമായിട്ട് അതിന് വലിയ പ്രസക്തി ഉണ്ടായിരുന്നതാനും. പക്ഷേ നമ്മൾ ഈ അടുത്ത കാലത്ത് നടന്നിരിക്കുന്ന കുറേയധികം സംഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകളുടെ അല്ലെങ്കിൽ അവരുടെ സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങൾ മാത്രമല്ല, ചെറിയ കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന പോക്സോ പോലെയുള്ള ആക്ടുകൾ പോലും ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ മുന്നിൽ കാണുന്ന ഒരു വസ്തുതയാണ്. നമ്മുടെ നാട്ടിലുള്ള ഹൈക്കോടതി ഉൾപ്പെടെ ഇന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളിലുമുള്ള ഹൈക്കോടതികൾ, സുപ്രീം കോടതിയൊക്കെ തന്നെ ഈ വിഷയങ്ങൾ പല കേസുകളിലായി നിരീക്ഷിച്ചിട്ടുമുണ്ട്. അതായത് സ്ത്രീകൾക്ക് എങ്ങനെയാണോ അവരുടെ സംരക്ഷണം ഒരുക്കുന്നതിന് വേണ്ടി, കുട്ടികൾക്ക് എങ്ങനെയാണോ അവരുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് വേണ്ടി നിയമനിർമ്മാണം നടത്തിയിരിക്കുന്നത്, അതിനെ ദുരുപയോഗിച്ചുകൊണ്ട് ആൾക്കാരെ ഫ്രെയിം ചെയ്യുന്നതിന് വേണ്ടി അതേ നിയമത്തിലെ പല പഴുതുകളും ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്ന രീതിയിലേക്കുള്ള കണ്ടെത്തൽ ഞെട്ടിക്കുന്നതാണ്. അപ്പോൾ കൺവെൻഷനലി നമ്മുടെ നാട്ടിൽ നിയമനിർമ്മാണം നടത്തുന്ന സമയത്തുണ്ടായിരുന്ന ബേസിക് പ്രമൈസസ്, നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം അഭിമാനവുമായി ബന്ധപ്പെട്ട് സ്വന്തം ശരീരത്തിൽ മറ്റൊരാൾ മോശമായ രീതിയിലേക്ക് സ്പർശിച്ചു എന്ന രീതിയിലേക്കുള്ള തെറ്റായിട്ടുള്ള ആരോപണങ്ങൾ സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല, കുട്ടികളെ മുൻനിർത്തി അങ്ങനെയുള്ള വാദങ്ങൾ ഉണ്ടാവില്ല എന്ന രീതിയിലേക്കുള്ള ഒരു ബേസിക് പ്രമൈസസ് അവിടെ പൊളിഞ്ഞു വീഴുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോടതികളെ സംബന്ധിച്ചിടത്തോളം കോടതികൾ പരിഗണിക്കേണ്ടത് നീതി ഉറപ്പാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു സ്ഥിതി സമത്വം ഉണ്ടാകണമെങ്കിൽ പുരുഷന്മാർക്കെതിരെ ഉണ്ടായിരിക്കുന്ന ആരോപണങ്ങളിൽ നേരിട്ട് കൊടുക്കാനായിട്ടുള്ള തെളിവുകളോ അല്ലെങ്കിൽ ഈ ആരോപണം സാധൂകരിക്കുന്ന രീതിയിലേക്കുള്ള മറ്റ് സാഹചര്യ തെളിവുകളോ ഒക്കെ തന്നെ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. അതില്ലാതെ ഉണ്ടാകുന്ന നിരവധി സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് തന്നെ അടുത്ത സമയത്ത് ഉണ്ടായിരിക്കുന്ന ഒരു കേസ് നമുക്കറിയാവുന്നതാണ്. ആക്ടർ നിവിൻ പോളിയുമായി ബന്ധപ്പെട്ട് ഒരു കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഒരു സ്ത്രീ വന്നതിന് ശേഷം ആരോപണം ഉന്നയിക്കുകയാണ്, ഒരു പ്രത്യേക വർഷം, പ്രത്യേക മാസം, ഇന്ന തീയതികളിൽ ഇന്ന സ്ഥലത്ത് വെച്ച് തന്നെ പൂട്ടിയിട്ട് പീഡിപ്പിച്ചു എന്ന രീതിയിലേക്കുള്ള ആരോപണം ഉന്നയിക്കുന്നു. എന്നാൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതനുസരിച്ച് അല്ലെങ്കിൽ അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്ന തെളിവുകൾ അനുസരിച്ച് അദ്ദേഹം ആ പറയുന്ന സമയത്ത് ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നില്ല, അദ്ദേഹം പുറത്തായിരുന്നു. അപ്പോൾ എനിക്കത് പുറത്ത് സംഭവിച്ചിരിക്കുന്നതാണല്ലേ, പുറത്ത് സംഭവിച്ചിരിക്കുന്നു. പക്ഷെ അദ്ദേഹം നമ്മുടെ നാട്ടിലാണ്. ഇങ്ങനെ ഈ പറയുന്ന ഭൗതിക സാഹചര്യം ഏതാണോ ആ സാഹചര്യത്തിൽ അദ്ദേഹം ഇല്ല എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം സമർത്ഥിക്കുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ വ്യാജമായിട്ട് ഉന്നയിക്കുന്ന തെളിവുകളാണ്, വ്യാജമായി സമർത്ഥിക്കുന്ന ആരോപണങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പുരുഷനും നീതി കിട്ടാനുള്ള ഒരു താല്പര്യമുണ്ട്, പുരുഷനും നീതി കിട്ടേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അതാണ് സാമൂഹ്യ നീതി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സാമൂഹ്യ നീതി ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായി നിയമത്തിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു ബാലൻസ്ഡ് പൊസിഷൻ ആവശ്യമാണ്. അതുകൊണ്ട് സ്ത്രീ പറയുന്ന എല്ലാ കാര്യങ്ങളെയും അതേപടി വിശ്വസിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു പരാതി കിട്ടുമ്പോൾ ആ പരാതിയിൽ പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയതിനു ശേഷം ആ പരാതി നിലനിൽക്കുന്ന രീതിയിലേക്കുള്ള സാഹചര്യങ്ങളുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം അതിൽ കേസെടുത്ത് മുന്നോട്ട് പോവുക എന്ന രീതിയിൽ പോലീസിനെ എംപവർ ചെയ്യുന്ന ഒരു വിധിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിലെ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക, ഒരു സ്ത്രീ പരാതി കൊടുക്കുന്ന സമയത്ത് സ്ത്രീപക്ഷത്ത് നിന്നില്ല എങ്കിൽ അതിൽ പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് ശേഷം മാത്രമേ FIR ഇടൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ജാമ്യം നൽകാനുള്ള വ്യവസ്ഥകൾ, സ്റ്റേഷൻ ജാമ്യം നൽകാനുള്ള വ്യവസ്ഥകൾ അല്ലാതെ മറ്റു വകുപ്പുകൾ കർശനമായിട്ട് അതിൽ ചേർക്കണം എന്ന രീതിയിലേക്കുള്ള ഒരു നിർബന്ധ ബുദ്ധി അവിടെ ഉണ്ടെങ്കിൽ പലപ്പോഴും പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീപക്ഷത്ത് നിൽക്കേണ്ടി വരിക എന്നതൊരു സാമൂഹ്യ സാഹചര്യമാണ്. അതല്ല എങ്കിൽ സ്ത്രീക്ക് നീതി നിഷേധിക്കപ്പെടുന്നു, പോലീസ് സ്റ്റേഷനിൽ സ്ത്രീക്ക് കൃത്യമായ രീതിയിലേക്കുള്ള നീതി ഉറപ്പുവരുത്തുന്നതിന് പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല തുടങ്ങിയ രീതിയിലേക്കുള്ള മറ്റ് ആരോപണങ്ങൾ കൂടി അവർ നേരിടേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഈ വയ്യാവേലി ഒന്നും എടുക്കേണ്ടതില്ല എന്ന് കരുതി പുരുഷന്റെ ഭാഗത്ത് എന്തെങ്കിലും ന്യായമുണ്ട് എന്ന് തോന്നിയാൽ പോലും
പലപ്പോഴും അത്തരം ഒരു സാഹചര്യത്തിൽ സ്ത്രീപക്ഷത്ത് തന്നെ നിൽക്കാനായിട്ട് പോലീസുകാർ നിർബന്ധിതരാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ കോടതിയും അഡ്രസ്സ് ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ടാണ് കോടതി അവിടെ പറയുന്നത്, നോക്കൂ, ഇങ്ങനെ ബോൾഡായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന പോലീസുകാരുണ്ട് എങ്കിൽ ആ പോലീസുകാർക്ക് സംരക്ഷണം കോടതി നൽകും എന്ന് പറയുന്നത്. അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കേസിൽ FIR ഇടാനായിട്ട് സമയം വേണമെന്ന രീതിയിലത്തേക്ക് പോലീസുകാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്, അതല്ല എങ്കിൽ സ്റ്റേഷൻ ജാമ്യം നൽകാവുന്ന വകുപ്പുകൾ എന്തുകൊണ്ടാണ് സ്വീകരിച്ചത്, ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കോടതിയെ ബോധിപ്പിക്കാനായിട്ട് അന്വേഷണ സംഘത്തിന് സാധിച്ചാൽ കൃത്യമായിട്ടും ആ കാര്യം പരിശോധിച്ചതിന് ശേഷം പോലീസിന്റെ നിലപാടാണ് ശരിയെങ്കിൽ കോടതി ആ പോലീസുകാർക്ക് സംരക്ഷണം നൽകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങേയറ്റം സ്വാഗതാർഹമായിട്ടുള്ള ഒരു നിലപാടാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ ഈ അടുത്തിടെയായി ഉണ്ടായി വരുന്ന കുറേയധികം വിഷയങ്ങൾ, കുറേയധികം ആരോപണങ്ങൾ, ഇതിലൊക്കെ തന്നെ സാഹചര്യ തെളിവുകൾ പോലും ഈ ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാർക്ക് അനുകൂലമാകുന്നില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. നിരവധി കേസുകളുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളുടെ ഒരു നറേറ്റീവ് ഉണ്ട്. ഏതെങ്കിലും ഒരു കേസിൽ പുരുഷൻ ശിക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ, അയാൾ പുറത്തു വരുന്നുണ്ട് എങ്കിൽ, കോടതി അയാൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് എങ്കിലൊക്കെ തന്നെ നമ്മുടെ നാട്ടിലെ പല മാധ്യമങ്ങളും വിചാരണ ചെയ്ത് ഇയാൾ കുറ്റക്കാരനാണ്, പക്ഷേ പണത്തിൻ്റെയോ മറ്റു തരത്തിലുള്ള സ്വാധീനങ്ങളോ ഉപയോഗിച്ചുകൊണ്ട് അയാൾ ഈ സംവിധാനത്തിനെ മുഴുവൻ വിലക്കെടുത്തിരിക്കുകയാണ് എന്ന രീതിയിലത്തേക്കുള്ള പ്രചരണം ഉണ്ടാകുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ബിഷപ്പ് ഫ്രാങ്കോ കേസ്. അതെ. അപ്പോൾ ഫ്രാങ്കോ കേസിൽ പോലും കോടതിയുടെ വിധിന്യായം നോക്കിക്കഴിഞ്ഞാൽ അതിൽ കോടതിയുടെ മുന്നിലെത്തുന്ന തെളിവുകൾ, പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതിന് പ്രതിഭാഗം ഉന്നയിക്കുന്ന മറുവാദങ്ങൾ, സാഹചര്യ തെളിവുകൾ, മൊഴികളുടെ കൺസിസ്റ്റൻസി, സ്റ്റെർലിംഗ് വിറ്റ്നസ് എന്ന ഒരാളിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ, ഇതിൽ വിക്ടിം പറയുന്ന കാര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണോ, വിക്ടിമിന്റെ ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാരുടെ മൊഴി, തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷം കോടതിക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അപ്പോൾ കോടതി സ്വയമേവ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അല്ല. അവിടെ മുന്നിൽ വരുന്ന കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് കോടതി ഒരു അഭിപ്രായം എടുക്കുന്നു. ആ അഭിപ്രായത്തിൽ അന്ന് ബിഷപ്പ് ഫ്രാങ്കോയെ വെറുതെ വിടുന്ന രീതിയിലത്തേക്കുള്ള ഒരു സാഹചര്യം ഉള്ളപ്പോൾ പോലും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളടക്കം ഫ്രാങ്കോയെ വലിച്ചു കയറുന്നു. അതിന്റെ പേരിൽ പോലീസിനെ കുറ്റപ്പെടുത്തുന്നു, പ്രോസിക്യൂഷനെ കുറ്റപ്പെടുത്തുന്നു, കോടതിയെ തന്നെ ആക്രമിക്കുന്ന രീതിയിലത്തേക്കുള്ള സമീപനം പല വ്യക്തികളുടെയും മാധ്യമ സ്ഥാപനങ്ങളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. ഇവിടെ ഈ അടുത്ത കാലത്ത് സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട് വിജയ് ബാബുവിന്റെ ഒരു കേസ് ഉണ്ടായിരുന്നു. ആ കേസിലും ഇതേപോലെ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറേയധികം ആരോപണങ്ങൾ വരുന്നു, കോടതി പരിഗണിക്കുന്നു, അദ്ദേഹം വിദേശത്തേക്ക് പോകുന്നു. പിന്നീട് അവസാനം ഈ കേസുകളെല്ലാം പരിഗണിച്ചതിന് ശേഷം കോടതിയാണ് ജാമ്യം കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ രണ്ട് ആൾക്കാർ തമ്മിൽ ഉണ്ടായിരിക്കുന്ന ഒരു ബന്ധം, അത് ഏത് രീതിയിലുള്ള ബന്ധമാണ്, ഏതെങ്കിലും ഒരു കേസ് എടുത്തതിന്റെ പേരിലോ കർക്കശമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചതിന്റെ പേരിലോ അത് സ്വീകരിച്ചിരിക്കുന്ന പുരുഷനെ ട്രാപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്ത്രീപക്ഷ നിയമം ഉപയോഗിച്ചുകൊണ്ട് അനാവശ്യമായിട്ടുള്ള തെറ്റായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുകയാണോ, അതിൻ്റെ പേരിൽ അയാളെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടി, അയാളെ അകത്തിടുന്നതിന് വേണ്ടി, ജാമ്യം നിഷേധിക്കുന്നതിന് വേണ്ടി ഒരു പാഠം പഠിപ്പിക്കാം എന്ന ഉദ്ദേശത്തിൽ ഇതിനെ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. രണ്ട് ആൾക്കാർ തമ്മിൽ ഉഭയകക്ഷി സമ്മതത്തോടു കൂടി നടത്തുന്ന ശാരീരിക ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരുപക്ഷെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനായിട്ടുള്ള ഡിജിറ്റൽ എവിഡൻസ് ഉണ്ടായിരിക്കാം, ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, അവരുടെ ബന്ധം ഏത് സ്വഭാവത്തിലുള്ളതായിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകൾ, ഇതെല്ലാം തന്നെ ഒരു ഭാഗം മാത്രം വെച്ചുകൊണ്ട് അത് മാത്രം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഹാജരാക്കിക്കൊണ്ട് കേസ് കൊടുക്കുന്ന പതിവ് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ കോടതിയിലേക്ക് വരുന്ന സമയത്താണ് കോടതി ഒരുപക്ഷെ ഇതിൻ്റെ സമഗ്രമായിട്ടുള്ള ഒരു സൈഡ്, രണ്ട് സൈഡുകളും കൃത്യമായി പരിശോധിച്ചതിന് ശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ പല കേസുകളും ഒരുപക്ഷെ ആദ്യം തന്നെ ജാമ്യം നൽകാവുന്ന അവസ്ഥയിലുള്ള കേസുകളായിരിക്കും. അപ്പോൾ ഇതിലെല്ലാം തന്നെ വിക്ടിമിനോടൊപ്പം നിൽക്കുക എന്ന രീതിയിലത്തേക്കുള്ള ഒരു പൊതുനിലപാട് സമൂഹമാണെങ്കിലും മാധ്യമങ്ങളാണെങ്കിലും ഒക്കെ തന്നെ സ്വീകരിക്കുന്ന ഒരു പതിവ് കണ്ടിട്ടുണ്ട്. ആ പതിവിന് ഒരു മാറ്റം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെയുള്ള പുരുഷനും സ്ത്രീക്കും നീതിക്ക് അർഹതയുണ്ട്. അതുകൊണ്ട് ഒരു വിഷയത്തിന്റെ മെറിറ്റ്, ആ വിഷയത്തിന്റെ സാഹചര്യം, ആ വിഷയത്തിന്റെ നമ്മൾ ഈ പറയുന്നത് പോലെ മറ്റുള്ള ഫിസിക്കലായിട്ടുള്ള സാഹചര്യങ്ങൾ, അതിന്റെ സാഹചര്യ തെളിവുകൾ, ഇതെല്ലാം പരിഗണിച്ചതിന് ശേഷം ഈ ആരോപണത്തിൽ വസ്തുതയുണ്ടോ എന്നതിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തി വേണം ഇതുമായി ബന്ധപ്പെട്ട മാധ്യമ റിപ്പോർട്ടിംഗ് ആണെങ്കിലും പോലീസ് അന്വേഷണമാണെങ്കിലും മുന്നോട്ട് പോകാൻ. അതല്ല എങ്കിൽ ഇവിടെ നീതി നിഷേധമാണ് ഉണ്ടാവുക. പുരുഷനും മാനമുണ്ട് എന്നും പുരുഷനും കുടുംബമുണ്ട് എന്നും അവിടെയും സ്ത്രീകളുണ്ട് എന്നും ഒക്കെ തന്നെ ആൾക്കാർ മനസ്സിലാക്കിയാൽ ഈ നീതി എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ കിട്ടുന്ന നീതി, തുല്യത എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലും ആവശ്യമുണ്ട് എന്നത് മനസ്സിലാക്കാം. ഈ ഒരു സാഹചര്യത്തിലേക്ക് കോടതിയെ എത്തിച്ചത്, അല്ലെങ്കിൽ ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണനെ കൊണ്ട് ഇത് പറയിപ്പിച്ചത് ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള സ്ത്രീപക്ഷ കുട്ടികളുമായി ബന്ധപ്പെട്ട സൗഹൃദത്തിന് അവരുടെ ഭാഗം, അല്ലെങ്കിൽ അവരുടെ നീതി ഉറപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങളെ അനാവശ്യമായി ആൾക്കാർ ദുരുപയോഗിച്ചു എന്നതുകൊണ്ടാണ്. അപ്പോൾ അത് ഈ ഒരു നിലപാട്, ഈ ഒരു കാഴ്ചപ്പാട് എടുക്കുന്നതിന് കോടതി നിർബന്ധിതമായതാണ് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് നീതി ഉണ്ടാകട്ടെ, സ്ഥിതി സമത്വം ഉണ്ടാകട്ടെ, സാമൂഹ്യ സുരക്ഷിതത്വവും പുരുഷനും കൃത്യമായ രീതിയിലത്തേക്കുള്ള നീതി ഉണ്ടാകട്ടെ എന്നാണ് പറയാനുള്ളത്.
തീർച്ചയായിട്ടും വളരെ നിർണായകമായ ഒരു നിരീക്ഷണം തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും സർക്കാരും അതുപോലെ തന്നെ അന്വേഷണ ഏജൻസികളും ഈ കാര്യമൊക്കെ മുഖവിലക്കെടുത്തുകൊണ്ട് മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിൽ അങ്ങേക്ക് ഒരുപാട് നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.